സ്കൂളുകളിലേക്കുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഗ്രഹാതുരത്വം നിറഞ്ഞ എൻ്റെ കുട്ടിക്കാലമായിരുന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷകരമായ ദിവസമാണിത്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം പേര് സ്കൂൾ ബസ്സിലൊക്കെയാണ് വരുന്നത്. ഞങ്ങളെല്ലാവരും അന്ന് നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. വെള്ളം തട്ടിത്തെറിപ്പിച്ച്, കുറേ മഴ കൊണ്ട്, കുടയുണ്ടെങ്കിലും കുട മാറ്റിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വളർന്നൊരു വരവുണ്ട്. മഴയില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്ക് തോന്നുന്നു. ഈ പ്രാവശ്യം പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച കൂടി വൈകുമെന്നാണ് പറയുന്നത് മൺസൂൺ വരാൻ വേണ്ടി. മൺസൂൺ വന്നാൽ പിന്നെ മഴയാണ്, പിന്നെ 2 മാസത്തേക്ക് വലിയ മഴയാണ്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കുഞ്ഞുനാളിലെ കരുതിയിരുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. ഇപ്പം പഴയതുപോലെയൊന്നും അല്ല. എന്നെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നത്. പിന്നെ സ്കൂളിൽ വന്നത് പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കോളേജിൽ. അന്ന് പ്രീ ഡിഗ്രിയാണ്. അല്ലാതെ ഞാൻ പഠിച്ച 10 കൊല്ലം സ്കൂളിലും 12 കൊല്ലം കോളേജിൽ പഠിച്ചതിൻ്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. 2-3 കുഴപ്പമൊക്കെ കാണിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിലും ഞാനതങ്ങ് കൈകാര്യം ചെയ്തു. ഇപ്പം അതാണോ? ഇപ്പം മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, കുട്ടികളുടെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാണ്. കിൻഡർ ഗാർഡനിൽ തന്നെ കുട്ടികളെ ചേർക്കുമ്പോൾ അവർ രാവിലെ തയ്യാറായി കുട്ടികളെ അണിയിച്ചൊരുക്കി, അല്ലേ, സ്കൂൾ ബസ്സിൻ്റെ അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ KG ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ. ഇപ്പോൾ PTA യോഗം വിളിച്ചാൽ ഒരു 80% സ്ത്രീകളായിരിക്കും. വളരെ കുറച്ച് പുരുഷന്മാരേ വരുള്ളൂ. പിതാക്കന്മാർ വളരെ കുറച്ചാണ്. അമ്മമാരാണ് PTA യോഗത്തിൽ വരെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരാണ് ഏറ്റവും ശ്രദ്ധയുള്ളത്.